ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നാണെങ്കിൽ കുറച്ച് മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് കാണിക്കാനാണ് വന്നത്. വളരെ വിലക്കുറവിൽ, അങ്ങനെ പറയാം. വളരെ വിലക്കുറവെന്ന് പറഞ്ഞാൽ ഇതിനൊരു 300-നകം, ഒരു 350-നകത്തൊക്കെ റേറ്റ് ആവുന്നുള്ളേ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എന്തൊക്കെയാണ് വന്നിരുന്നു മീഷോയിൽ നിന്ന്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാവേ. ആദ്യം തന്നെ ദാണ്ട് ഈ പിങ്ക് സാരിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ക്വാളിറ്റി ഇതിനില്ല. ക്വാളിറ്റി ഉണ്ട്, എന്നാലും ഒരു എന്താ പറയുക, എനിക്കിത് കണ്ടപ്പോൾ പണ്ടത്തെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത നഴ്സുമാരില്ലേ, അവരുടെ ഒരു സാരി ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് തുണി പോലെ എനിക്ക് തോന്നി. പോളിസ്റ്റർ അങ്ങനെ അതിനെന്തോ പറയുന്നത്, ആ ഒരു ടൈപ്പ് ഇല്ലേ. പക്ഷേ ഈ ഒരു റേറ്റിന് ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ഈ എനിക്കൊന്ന് മെലിഞ്ഞിട്ടൊക്കെ ഉള്ളവർക്ക് കുറച്ച് നല്ലതായിരിക്കും. ഭംഗിയായിട്ട് ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ബ്ലാക്കും ഈ പിങ്കും ആയിട്ടുള്ളതാണ് വരുന്നത്. ബ്ലൗസ് പീസ് നല്ല ക്വാളിറ്റി കേട്ടോ. ബ്ലൗസ് പീസ് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചത് ഒരു സാരി കേട്ടോ. ആ സാരി എന്ന് പറയുന്നത് ബ്ലാക്ക് സാരിയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ബ്ലാക്ക് സാരി നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് എന്ന് വെച്ചാൽ എനിക്ക് ബോർഡർ അധികം വേണ്ടാത്ത വളരെ ലൈറ്റ് ബോർഡറുള്ള സാരിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ കണ്ണിപ്പെട്ടത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഉടുത്താലൊക്കെ നമുക്ക് ഈ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉടുത്തുകൊണ്ടൊക്കെ നടക്കാനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഈ ബ്ലാക്ക് സാരി ഇതിൻ്റെ ആ വർക്ക് കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഉടുത്താൽ. പിന്നെ നമ്മൾ അടിക്കുന്ന സാരി ഫോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിടക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ ബ്ലൗസ് മാച്ചിങ് ആയിട്ടുള്ള ഗോൾഡൻ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഫംഗ്ഷനൊക്കെ നമുക്ക് ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻ, ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ നേരം ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഴപ്പമില്ലാതെ ഉള്ളൊരു സാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സാരി നല്ലതാണ് കേട്ടോ. ഞാനിത് റിട്ടേൺ അടിക്കുന്നില്ല. മറ്റേ പിങ്ക് ഞാൻ റിട്ടേൺ അടിക്കും കേട്ടോ. എനിക്ക് എന്തോ അതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ ഈ പിങ്ക് സാരി അടിപൊളി സാരി കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ ആ കറക്റ്റ് ബ്ലൗസ് മാച്ചിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ പിങ്ക്. ഭയങ്കര സോഫ്റ്റ് എന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ആ ബ്ലാക്കിൻ്റെ കൂട്ടത്തെ തന്നെ വേറൊരു വെറൈറ്റി. പക്ഷേ ബ്ലാക്കിൻ്റെ മെറ്റീരിയൽ അല്ല ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കളറ് നല്ല കളർ കേട്ടോ. ഞാൻ നോക്കിയത് പിങ്കും ഓറഞ്ചൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് ഞാൻ നോക്കിയത്. പക്ഷേ പിന്നെ ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ്, എനിക്ക് ഓറഞ്ച് ബ്ലൗസ് ഇട്ടാൽ, ഓറഞ്ചും പിങ്കും കൂടെയുള്ള മിക്സുള്ള ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഇതങ്ങനെ പെട്ടെന്ന് സീക്വൻസ് ഈ വർക്കൊന്നും പോകത്തില്ല. നല്ല ഇത് സ്റ്റിച്ചിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുളിവ് വരാതെ, അതായത് നമ്മൾ ഉടുത്തിട്ട് നമ്മുടെ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ലതായിട്ട് കഴുകി അത് നല്ല ഒന്ന് ചെറിയ ഇതിൽ പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഇരിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചുളിവ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഇത് പോകാനായിട്ട്. നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ കുറച്ച് നാൾ ഇരിക്കുന്ന മെറ്റീരിയലാണ്. ഈ ഒരു റേറ്റിന് മീഷോയിൽ നിന്ന് വർത്ത് പ്രോഡക്റ്റാണ് ഈ സാരി. ഞാനുണ്ടല്ലോ ഇതിൻ്റെ കൂടെയൊക്കെ എടുക്കാം, എല്ലാത്തിനോട് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കളർ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്ലൗസും കൂടെ വാങ്ങിച്ചിരുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സാരി കൊള്ളാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ബ്ലാക്ക് ആണല്ലോ നമുക്ക് ആദ്യം വരുന്നത്. പക്ഷേ ബ്ലാക്ക് ബ്ലൗസ് നിങ്ങളെ കാണിച്ചു തരാവേ. നല്ല ബ്ലൗസ് ആട്ടോ, നല്ല ക്വാളിറ്റി ആണ്. പിന്നെ നമുക്കൊന്ന് ഷേപ്പ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിടക്കുന്ന ബ്ലൗസാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്. പിന്നെ അതിൻ്റെ വർക്കാണെങ്കിൽ ആ ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് നമുക്ക് ശരിക്കും വൈറ്റ് സാരിയുടെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ പിങ്കിൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കയ്യിലും ഈ വർക്കാനുണ്ട്, ഈ ബ്ലൗസിൻ്റെ കയ്യിലുണ്ടല്ലോ ആ വർക്കാനുണ്ട്. പിന്നെ പുറയിൽ കെട്ടാനായിട്ട് വള്ളിയുണ്ട്. പിന്നെ മറ്റേ ഹുക്കും വരുന്നുണ്ട്. ഹുക്കാണേ ഉള്ളത്. ബാക്കിൽ ഹുക്കുണ്ട്, ബാക്കിൽ വള്ളിയുണ്ട്, ബാക്കിൽ ഹുക്കും ഉണ്ട്. പിന്നെ നമുക്കൊന്ന് ഷേപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കിടന്നോളുവേ. അതായത് നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ബ്ലാക്ക് അല്ല, ഈ വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത എന്തെങ്കിലും സാരീസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല വർക്ക് വരുന്നത്, നല്ല കയ്യിലൊക്കെ നല്ല വർക്കുണ്ട്. പിന്നെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അടുത്ത് വരെ ഉണ്ട്. മുട്ടിൻ്റെ അത് കവർ ചെയ്തിട്ടില്ല, മുട്ടിൻ്റെ ആ ഭാഗം വരെ, കൈമുട്ടിൻ്റെ അടുത്ത് വരെ നീളമുണ്ട്. കാണുമ്പോൾ ഇങ്ങനെ തോന്നിക്കുന്നില്ലെങ്കിലും അത്രയും തന്നെ നീളമുണ്ട്. പിന്നെ നല്ല എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ കയ്യിൽ കുറച്ച് വണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ വലിയ സൈസ് എടുത്തിട്ട് പിന്നെ മറ്റേ പോർഷനൊക്കെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. ഇത് വന്നപ്പോഴേ നല്ല ഇതായിരുന്നു കേട്ടോ. നല്ല ഇതിലാണ് വന്നത്. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടനും മറ്റേ പോളിസ്റ്ററുടെ ബ്ലെൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. പ്രത്യേകിച്ചും ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ്. നെക്ക് പോർഷൻ ആയാലും നല്ല സ്റ്റിച്ചിങ് നല്ല ഇതിലാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇട്ട് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാരി ഉടുത്ത് കാണിക്കാന്ന് വെച്ചാൽ അത് എനിക്ക് സൈസ് വലുതായിപ്പോയി. പിന്നെ ഇത് ഷേപ്പ് അടിക്കണം. ഷേപ്പ് അടിച്ചിട്ട് വേണം നമുക്ക് ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ പിങ്ക് വെച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ വേറെ ഈ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാരി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ഇയറിങ്സും അങ്ങനത്തെയൊക്കെ കാണാൻ നോക്കിയത്. ഈ ഇയറിങ്സ് ഉണ്ടാവും ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ. നല്ല വലുതായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു ഇയറിങ്സ് ആണ്.
ഇതാണല്ലോ നല്ല സ്റ്റോൺ വർക്കൊക്കെ വെച്ച് വരുന്ന നല്ല അടിപൊളി ഇയറിങ്സ് ആണ് ഇത്. നമ്മൾ എടുക്കുമ്പോഴേ വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, നമുക്ക് ഇടാൻ സുഖമൊക്കെ, നമുക്ക് കാണുമ്പോൾ ഉള്ള വെയിറ്റ് നമുക്ക് എടുത്തിടുമ്പം കയ്യിലെടുക്കുമ്പോൾ ഇല്ല. നല്ല ഭംഗിയുള്ള എല്ലാ ഈ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഇയറിങ്സ് ആണ്. എന്നിട്ട് ഞാൻ പിന്നാണെങ്കിൽ ഇതുപോലെ വീണ്ടും കുറച്ച് ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റേറ്റിനാണെങ്കിൽ ഈ ഒരു 6 ഇയറിങ്സ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ്. നമുക്ക് അത് ഒരുപോലത്തെ അല്ല, പല ഡിസൈൻ ആകുമ്പോൾ നമുക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഇതിനൊക്കെ ഇടാമല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഇയറിങ്സ് ആട്ടോ. ഇതിൻ്റെ റേറ്റൊക്കെ ഞാനിങ്ങനെ കൊടുത്തേക്കാവേ നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പർച്ചേസ് ചെയ്യാമല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക്. അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസിൽ കുറേ ഇയറിങ്സ് 6 ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നല്ല അടിപൊളി ഇയറിങ്സ് ആണ് വരുന്നത്. ഓരോന്നും പല കളറുമാണിത്. നമുക്ക് മാച്ച് ചെയ്യുക, ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇയറിങ്സ് ആണ്. ഇനി കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി നെക്ലസ് സെറ്റാട്ടോ. നല്ല കമ്മൽ, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്മലും ആ ലോക്കറ്റും വരുന്നതാണ്. നല്ല അടിപൊളി കമ്മലാട്ടോ, വെയിറ്റ് വളരെ കുറവായിട്ടുള്ള നല്ല അടിപൊളി കമ്മലും മാലയും കൂടെ വരുന്നൊരു സെറ്റാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക്